Hello everyone, good morning. Again we are in our SS. Last day we started first second chapter, the atmosphere, and we discussed some about the layers of the atmosphere, and we saw the first layer, troposphere, from your 12th page. Next we need to study stratosphere. Okay, what about stratosphere? That is the second layer of earth. Listen to that. The stratosphere lies above the troposphere and extends to about 50 km above the earth's surface. A part of the stratosphere is known as ozonosphere. It has a maximum concentration of ozone in the atmosphere. Ozone protects us by absorbing the harmful ultraviolet rays of the sun. The ozonosphere becomes quite warm by absorbing these rays. What about the second layer of atmosphere, that is stratosphere? The stratosphere, how we see the picture 2-1. First ആദ്യത്തെ ലെയർ ആയിട്ടുള്ള troposphere ആണ് we studied in the last class. Then above that layer we have stratosphere. The stratosphere lies above the troposphere. Troposphere നേരെ മുകളിൽ and extends is about 50 km above the earth's surface. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് 50 km വരെയാണ് stratosphere. A part of the stratosphere is known as ozonosphere. ഈ സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു ഭാഗത്തെ ഓസോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു ബിക്കോസ് ഇറ്റ് ഹാസ് എ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓസോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആണ്, വി നോ ദാറ്റ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓസോൺ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു പാർട്ടിലാണ്. ആ പാർട്ടിനെയാണ് ഓസോണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, Ozone protects us by absorbing the harmful ultraviolet rays of the sun. അല്ലേ, സണ്ണിൽ നിന്ന് ഒരുപാട് റേസ് എർത്തിലോട്ട് വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഇവിടെ എത്തിയാൽ നമ്മൾക്കും പ്ലാന്റ്സിലെല്ലാം ഹാംഫുൾ ആയിട്ടുള്ള ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് അൾട്രാവയലറ്റ് റേസ്, നമ്മളുടെ എല്ലാം സ്കിന്നിനും കണ്ണിനെല്ലാം കേടുപാടുണ്ടാക്കുന്ന റേസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനെയാണ് അൾട്രാവയലറ്റ് റേസ് എന്ന് പറയുന്നത്. ഈ അൾട്രാവയലറ്റ് റേസിനെ എർത്തിൻ്റെ സർഫേസിലോട്ട് കടത്തിവിടാതെ അങ്ങോട്ട് തന്നെ തിരിച്ചുവിടുന്ന ഫങ്ഷനാണ് ഓസോൺ എന്നുള്ള ഗ്യാസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്നുള്ള ഗ്യാസ് കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പാർട്ടിനെയാണ് ഓസോണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഓസോൺ പ്രൊട്ടക്റ്റ് അസ്, അല്ലേ, എങ്ങനെയാണ് ഓസോൺ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഓസോൺ പ്രൊട്ടക്റ്റ് അസ് ബൈ അബ്സോർബിങ് ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഓഫ് ദ സൺ. സണ്ണിൻ്റെ അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഭൂമി എർത്തിലോട്ട് കടത്തിവിടാതെ പുറത്തോട്ട് തന്നെ പുറന്തള്ളുന്നു. The ozonosphere becomes quite warm by absorbing these rays. ഈ അൾട്രാവയലറ്റ് റേസ് എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടായിരിക്കും. ഈ റേസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, വലിച്ചെടുക്കുന്നുണ്ട്. ഓസോൺ ലൊക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓസോണോസ്ഫിയർ എന്താണ്, ക്വൈറ്റ് വാം, നല്ല ചൂടായിരിക്കും അവിടെ. ദിസ് ഇസ് അബൌട്ട് സ്ട്രാറ്റോസ്ഫിയർ. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി മീസോസ്ഫിയർ. Mesosphere is the next layer of atmosphere. The mesosphere lies above the stratosphere. Stratosphere നേരെ മുകളിൽ. It extends about 80 km above the earth's surface. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് 80 km വരെയാണ് മീസോസ്ഫിയർ എന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ കിടക്കുന്നത്. In this layer the temperature decreases with altitude and falls as low as -85 degrees Celsius. അല്ലേ, നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ കണ്ടു താഴെ നിന്ന് മുകളിലോട്ട് പോകും തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ടോപ്പെല്ലാം സ്നോ കവേർഡായി മാറിയിരിക്കുന്നത്. മറ്റൊന്നും കൂടി നമ്മൾ കണ്ടു, ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് പോകുന്തോറും ചൂട് കുറയുന്നു എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു പ്രോസസ്സ് ഇല്ലാതാവുന്നു. സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലൊക്കെ എങ്ങനെയാണ്, മുകളിലോട്ട് പോകുന്തോറും ചൂടാണ് കൂടുന്നത്. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ തേർഡ് ലെയർ ആയിട്ടുള്ള മീസോസ്ഫിയറിലും ട്രോപ്പോസ്ഫിയറിൻ്റെ അതുപോലെ തന്നെയാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്, തണുപ്പ് കൂടുന്നു, ചൂട് കുറയുന്നു. ഓക്കെ,
In this layer, the temperature decreases with altitude. Altitude means height. ഹൈറ്റിനനുസരിച്ച് ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു. ആൻഡ് ഫോൾസ് ആസ് ലോ, പറ്റ ഡിക്രീസ് ടെമ്പറേച്ചർ നന്നേ കുറയുന്നു. ഫാൾസ് ആസ് ലോ -85°C അല്ലേ. 0 ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ വെള്ളം കട്ടിയാവുന്ന തണുപ്പാണ് അല്ലേ. അതും കഴിഞ്ഞിട്ട് -85°C വരെ തണുപ്പിലെത്തും. എവിടെ? മീസോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്നിടത്തോളം എന്നാണ് പറയുന്നത്, വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ. ദെൻ മെറ്റിയോസ് എൻ്ററിങ് ദ അറ്റ്മോസ്ഫിയർ യൂഷ്വലി ബേൺ അപ്പ് ഇൻ ദ മീസോസ്ഫിയർ അല്ലേ. മെറ്റിയോസ് എന്ന് നിങ്ങൾ കേട്ടില്ലേ, മലയാളത്തിൽ ഉൽക്കകൾ എന്നൊക്കെ പറയും അല്ലേ. വേറെ എവിടെ നിന്നൊക്കെയോ എന്താണ് സണ്ണിനെ ചുറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ. എർത്തും സണ്ണിനെ ചുറ്റുന്ന ഒരു സെലസ്ഷ്യൽ ബോഡിയാണ്. അതുപോലെ ചെറിയ ചെറിയ ഒരുപാട് പ്ലാനറ്റ്സ് അല്ലാതെ വേറെയും സെലസ്റ്റിയൽ ബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുന്ന റെവല്യൂഷൻ നടത്തുന്നുണ്ട് അല്ലേ. ചില സമയത്ത് എന്ത് ചെയ്യും? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് എൻ്റർ ചെയ്യും. അത്തരത്തിലുള്ള ചെറിയ ഐറ്റംസ് അതിനെയാണ് മെറ്റിയോസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഈ മെറ്റിയോസ് എന്ത് ചെയ്യും? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എത്തിയാൽ കത്താൻ തുടങ്ങും. കത്താൻ തുടങ്ങുന്നത് ഏത് ലെയറിൽ വെച്ചിട്ടാണ്? മീസോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ വെച്ചിട്ടാണ് കത്താൻ തുടങ്ങുന്നത്. ചിലതെന്ത് ചെയ്യും? മീസോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് കത്തിത്തീരും. ചിലതെന്ത് ചെയ്യും? വരുന്ന വഴിയൊക്കെ കത്തിയാലും ചിലതെന്ത് ചെയ്യും? നമ്മുടെ എർത്തിൻ്റെ സർഫേസിൽ വന്ന് വീഴും. അവയെയാണ് നമ്മൾ മലയാളത്തിൽ ഉൽക്കകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. Is it clear? This is about mesosphere. Okay, the next thermosphere. Above the mesosphere lies a thermosphere. Mesosphere നേരെ മുകളിലുള്ളതാണ് thermosphere, which extends to a height of about 450 kilometer above the Earth's surface. This layer is extended up to 450 kilometer above the Earth's surface. The temperature in the rises rapidly with the altitude in this layer അല്ലേ. മീസോസ്ഫിയറിൽ നമ്മൾ കണ്ടു ആൾട്ടിറ്റ്യൂഡിന് കൂടുന്നതിനനുസരിച്ച് തണുപ്പാണ് കൂടിയത് അല്ലേ. -85° വരെയൊക്കെ തണുപ്പെത്തിയിട്ടുണ്ട് അവിടെ. എന്നാൽ തൊട്ട് മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ ആയിട്ടുള്ള തെർമോസ്ഫിയറിൽ വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ദ ടെമ്പറേച്ചറാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദ ടെമ്പറേച്ചർ ഇൻ ദ റൈസസ് rapidly with altitude in this layer. Okay, next exosphere. The outermost layer of the atmosphere is called exosphere. Outermost എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. വിച്ച് ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യത്തെയാണ് ചോദിക്കുന്നത്. ഇന്നർമോസ്റ്റ്, ദാറ്റ് ഈസ് ട്രോപ്പോസ്ഫിയർ. ഔട്ടർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ. വിച്ച് ഇസ് ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ? exosphere. The outermost layer of atmosphere is called the exosphere. The upper reach of this layer merge with the outer space. അല്ലേ, അതിൻ്റെ മുകൾ ഭാഗം എന്താണ്? പുറം ശൂന്യാകാശമായിട്ട് അല്ലെ ഔട്ടർ സ്പേസുമായിട്ട് merge ചെയ്തിട്ടുണ്ട്. The temperature in the exosphere is very high. എക്സോസ്ഫിയറിലും temperature very high ആണ്. Okay, these are the 5 main layers of atmosphere. Next paragraph. There is a layer in the atmosphere in which molecules of atmospheric gases are broken into charged particles called iron. Atmosphere ഉള്ളിൽ how we see in the picture 2:1 ഓസോണോസ്ഫിയർ എന്ന് കഴിഞ്ഞിട്ട് ആ ലൈൻ്റെ ഒരു സെൻട്രലായിട്ട് അയണോസ്ഫിയർ എന്നുള്ളൊരു നെയിം കാണുന്നുണ്ട് അല്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലിസൺ ടു ദർ ഈസ് എ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ മറ്റൊരു ലെയർ ഉണ്ട് ഇൻ വിച്ച് മോളിക്യൂൾസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അംശം അല്ലേ, നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റംസ് ഉണ്ട് അല്ലേ. ഈ ചോക്കിൻ്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു വസ്തു, ആ ഒരു ഐറ്റം വീണ്ടും വിഭജിക്കാൻ പറ്റാത്ത അത്രയും സ്മോൾ ആയിട്ടുള്ള ഐറ്റമാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ മോളിക്യൂൾസ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ മൈന്യൂട്ട് തിങ്സ് ആർ ബ്രോക്കൺ ഇൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അതാ പൊട്ടിയിട്ട് എന്ത് ചെയ്യും? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ പവറുള്ള മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദിസ് കോൾഡ് അയൺസ്. ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അയൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് ലെയർ ഈസ് കോൾഡ് അയണോസ്ഫിയർ. ഇത്തരത്തിൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയർ ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രോക്കൺ ആവുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ
This layer is called ionosphere. It reflects or sends back radio waves towards the earth end. It reflects ഈ മോളിക്യൂൾസ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറിയിട്ട് അതെന്ത് ചെയ്യും, അതിനെയാണ് അയൺസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലെയറിനെയാണ് അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് റിഫ്ലക്റ്റ്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അയനോസ്ഫിയറിക് ഗ്യാസസ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. റിഫ്ലക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പുറന്തള്ളുന്നു. ഓർ സെൻഡ് ബാക്ക്, തിരിച്ച് എർത്തിലോട്ട് തന്നെ വിടുന്നു. ഓക്കെ. ആൻഡ് റേഡിയോ വേവ്സ് ടുവാർഡ്സ് ദ എർത്ത്, എർത്തിലോട്ട് തന്നെ അതിൻ്റെ എന്ത് ചെയ്യും, വേവ്സ് എർത്തിലോട്ട് തന്നെ സെൻഡ് ചെയ്യുന്നു. റേഡിയോ വേവ്സ് ആയിട്ടാണത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ദിസ് ഹെൽപ്പ് ദ റേഡിയോ ട്രാൻസ്മിഷൻ. ഇതുവഴിയാണ് നമ്മുടെ റേഡിയോയിലുള്ള ട്രാൻസ്മിഷൻസ് എല്ലാം നടക്കുന്നത്. ആകാശവാണിയാണെന്നുണ്ടെങ്കിലും മറ്റ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ, അതിൽ സംഭവങ്ങളെല്ലാം കൈമാറ്റം ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് എർത്തിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുവഴിയാണ് റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ. ദെൻ the ionosphere start at about 50 km and extend is about 1000 km above the earth surface. ഈ അയനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ എല്ലാ ലെയറിൻ്റെയും കൂടെയുള്ള ഒരു ലെയറാണ്. ഇത് 50 കിലോമീറ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 1000 കിലോമീറ്റർ വരെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഫിയറാണ് വിച്ച് അയനോസ്ഫിയർ. Do you understand about the atmosphere? Okay. Next we need to study weather and climate. What is the difference between weather and climate? ചോദിക്കുമ്പോൾ രണ്ടും സെയിം ആണെന്ന് തോന്നും അല്ലേ, ബട്ട് ഇറ്റ് ഹാസ് വൺ ഡിഫറെൻറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ്. ആക്ച്വലി നമ്മൾക്കിപ്പോൾ മഴക്കാലമാണ് അല്ലേ, ഇപ്പം നമ്മളുടെ മൺസൂൺ ക്ലൈമറ്റാണ്. ആക്ച്വലി മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ന മാസത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ സിറ്റുവേഷനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വെതർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് നല്ല എന്താണ്, സൺലൈറ്റാണ് ആണോ. സൺലൈറ്റ് ആകുമ്പോൾ ഇപ്പോൾ മഴക്കാലമാണെന്ന് പറയാൻ പറ്റില്ല. മഴക്കാലം എന്നുള്ളത്, റെയിനി സീസൺ എന്നുള്ളത് നമ്മുടെ ക്ലൈമറ്റാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ അവസ്ഥ വെയിലാണ്, അതാണ് നമ്മളുടെ വെതർ. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ സണ്ണിയാണ്, ദാറ്റ് ഈസ് അവർ വെതർ. എന്നാൽ ആക്ച്വലി നമ്മളുടെ റെയിനി സീസൺ ആണിത്, ദാറ്റ് ഈസ് അവർ ക്ലൈമറ്റ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഈ മാസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെതറിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദ ടേം വെതർ മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഏതെങ്കിലും ഒരു പ്ലേസിൽ ഒരു ടൈമിൽ അറ്റ്മോസ്ഫിയറിൻ്റെ സ്റ്റേറ്റ് എന്താണ്, ദാറ്റ് ഈസ് വെതർ. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ ഓൺ വെതർ എലമെൻറ്റ്സ് സച്ച് ആസ്, എന്തെല്ലാമാണ് ഒരു വെതറിൽ ഉണ്ടായിരിക്കാം, ടെമ്പറേച്ചർ, ചൂടുണ്ടോ ഇല്ലേ, എയർ പ്രഷർ അല്ലേ. എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, തണുപ്പ് കൂടുമ്പോൾ എയർ പ്രഷർ കൂടും, ചൂട് കൂടുമ്പോൾ എയർ പ്രഷർ കുറയും. അപ്പോൾ എയർ പ്രഷർ കൂടുതലാണോ കുറവാണോ, വിൻസ് കാറ്റാണോ അല്ലയോ, ഹ്യൂമിഡിറ്റി മീൻസ് നല്ല വെയിലും വെള്ളം എന്താണ് വാട്ടർ വേപ്പറായിട്ട് മാറുന്ന അവസ്ഥയാണോ, ക്ലൗഡ് കവർ മേഘം അല്ലേ, ക്ലൗഡ്സ് മൂടിക്കെട്ടി നിൽക്കുകയാണോ, അല്ലെങ്കിൽ റെയിൻഫാൾ മഴയാണോ, ഇതൊക്കെയാണ് എന്ത് ഒരു വെതറിനെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. വി യൂഷ്വലി ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ വെതർ ഫ്രം വെതർ റിപ്പോർട്ട്സ് ആൻഡ് ഫോർകാസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് ഓർ ബ്രോഡ്കാസ്റ്റ് ഓവർ റേഡിയോ ആൻഡ് ടെലിവിഷൻ അല്ലേ. ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പം നല്ല വെയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടി വിയിലോ റേഡിയോയിലോ ഒക്കെ നമ്മൾക്ക് വെതർ ഫോർകാസ്റ്റിംഗ് അല്ലേ, വെതറിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടും അല്ലേ. അടുത്ത 2-3 ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാവും, ശ്രദ്ധിക്കുക, കടലിൽ പോകരുത് അല്ലേ. യെല്ലോ അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിക്കും അല്ലേ. ദാറ്റ് ഈസ് സെയിങ് ഹിയർ വി യൂഷ്വലി ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ വെതർ. വെതറിനെ കുറിച്ച് വി വിൽ ഗെറ്റ് ദ ഇൻഫോർമേഷൻ ഫ്രം വെതർ റിപ്പോർട്ട്സ് ആൻഡ് ഫോർകാസ്റ്റ്. വെതർ റിപ്പോർട്ട്സിനെ കുറിച്ചും ഫോർകാസ്റ്റ് അല്ലേ പബ്ലിഷിങ്ങിനെ കുറിച്ചും ഇൻ ന്യൂസ് പേപ്പർ ഓർ ബ്രോഡ്കാസ്റ്റ് ഓവർ റേഡിയോ ആൻഡ് ടെലിവിഷൻ. Weather forecasts are particularly helpful as they warn us in advance about approaching storm and heavy rains. Weather forecast are particularly helpful ആണ് അല്ലേ. വെതർ ഫോർകാസ്റ്റ് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആണ് ചെയ്യുന്നത് ബിക്കോസ് ആസ് എ വാൺ അസ് നമ്മൾക്ക് വാർണിംഗ് തരാണ് ചെയ്യുന്നത്, വിച്ച് അഡ്വാൻസ് അബൌട്ട് അപ്രോച്ചിങ് സ്നോം ആൻഡ് ഹെവി
റെയിൻ, നല്ല മഴയോ നല്ല കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ അതിനായിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കാൻ അല്ലേ, അതിൽ നിന്ന് മുൻകരുതലോടെ നിൽക്കാൻ വേണ്ടിയിട്ട് വെതർ ഫോർകാസ്റ്റിംഗ് എന്താണ് ഹെൽപ്പ് ചെയ്യാണ് അസ് അല്ലേ. ദെൻ ദിസ് എനേബിൾ അസ് ടു ടേക്ക് പ്രിക്കോഷൻസ് അല്ലേ, അതിനുള്ള പ്രിക്കോഷൻസ് അതിന് റെഡി ആയിട്ട് എടുക്കേണ്ട, അതിൽ നിന്ന് മുൻകരുതൽ എടുക്കേണ്ടതിനൊക്കെ വി വിൽ ഹെൽപ്പ് ദിസ് ഫോർകാസ്റ്റ്. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെതർ ഓഫ് എ പ്ലേസ് അല്ലേ. ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഒരു പ്ലേസിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെതർ, അതായത് എത്രത്തോളം എന്തെല്ലാം ഐറ്റംസാണ് അവിടെ ഏത് മാസങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ദാറ്റ് ഈസ് ദ ക്ലൈമറ്റ്. ഓൺ അതർ വേർഡ്സ്, ക്ലൈമറ്റ് ഈസ് എ റെഗുലർ പാറ്റേൺ ഓഫ് വെതർ കണ്ടീഷൻസ് അറ്റ് എ പ്ലേസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്ലേസിൽ കുറച്ച് കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെതർ കണ്ടീഷനെയാണ് ആക്ച്വലി ക്ലൈമറ്റ് എന്ന് പറയുന്നത്. Then let us learn about some of the elements that determine the weather and climate. First, air temperature. The sun is the chief source of heat and light for earth. It radiates or sends out energy in all directions. Being far away from the sun, the earth receives only a very small fraction of this energy. The solar energy received by the earth is called incoming solar radiation or isolation. What is the sun is the chief source of heat and light അല്ലേ. ഹീറ്റിൻ്റെയും ലൈറ്റിൻ്റെ എല്ലാം മെയിൻ സോഴ്സ് നമ്മൾക്ക് കിട്ടുന്നത് ഫ്രം വേർ ഫ്രം ദ സൺ ഫോർ ദ എർത്ത്. ഇറ്റ് റേഡിയേറ്റ്സ് സണ്ണിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നു. ഓർ സെൻഡ് ഔട്ട് എനർജി ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷനിലോട്ടും എനർജി സെൻഡ് ഔട്ട് ചെയ്യുന്നു. ബീങ് ഫാർ അവേ ഫ്രം ദ സൺ ഒരുപാട് അകലെയുള്ള സണ്ണിൽ നിന്നാണെങ്കിലും ദ എർത്ത് റിസീവ് ഓൺലി എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദിസ് എനർജി. സണ്ണിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമേ എർത്തിലെത്തുന്നുള്ളൂ. ദ സോളാർ എനർജി എന്നാൽ അത് തന്നെ നമ്മൾക്ക് ധാരാളമാണ് അല്ലേ. ദ സോളാർ എനർജി റിസീവ്ഡ് ബൈ ദ എർത്ത് ഈസ് കോൾഡ് അല്ലേ. സണ്ണിൽ നിന്നും എർത്ത് റിസീവ് ചെയ്യുന്ന സോളാർ എനർജിയാണ് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ. We can call that or isolation. Isolation എന്നോ incoming solar radiation എന്നോ we can call that the solar energy received from the sun to the earth. The energy that reaches the earth passes through the atmosphere before reaching the earth's surface. അല്ലേ, ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ എനർജി reaches earth, passes through the atmosphere before റീച്ചിങ് ദ എർത്ത് സർഫേസ്. എർത്തിൻ്റെ സർഫേസിൽ എത്തുന്നതിന് മുമ്പ് ഈ സോളാർ എനർജി ഇതിലൂടെയാണ് വരുന്നത്. ഈ 1000 കിലോമീറ്ററോളം സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലൂടെയാണ്. ഓക്കെ, ബട്ട് ഇറ്റ് ഹീറ്റ്സ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ ഓൺലി സ്ലൈറ്റ്ലി. എന്നാൽ അറ്റ്മോസ്ഫിയർ വെരി സ്ലൈറ്റ് ചെറുതായിട്ട് ചൂടാവുന്നുള്ളൂ. ദ എർത്ത് സർഫേസ് ഹൗവർ ഗെറ്റ് ഹീറ്റഡ് ഓൺ അബ്സോർബിങ് ദിസ് എനർജി. എന്നാൽ സണ്ണിൻ്റെ എനർജി എർത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്, എർത്ത് നന്നായിട്ട് ചൂടാവുന്നു. The heated surface then start radiating heat. എർത്തിൻ്റെ സർഫേസ് ചൂടായാലോ ഹീറ്റ് ആയാലോ അത് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹീറ്റ് റേഡിയേറ്റ് ചെയ്യാൻ മീൻസ് പുറത്തോട്ട് തള്ളാൻ തുടങ്ങും ഹീറ്റ്. ദ എയർ അറൗണ്ട് അസ് ഈസ് ഹീറ്റഡ് ബൈ ദിസ് റേഡിയേഷൻ. അതുകൊണ്ടാണ് ആക്ച്വലി അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നില്ല, ഹീറ്റ് വലിച്ചെടുക്കുന്നില്ല, അതെല്ലാം എർത്തിലോട്ട് ആണ് അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ എർത്ത് ചൂടായി കഴിഞ്ഞാൽ ഇറ്റ് ബിഗാൻ ടു റേഡിയേറ്റ് ഹീറ്റ്, പുറത്തോട്ട് തള്ളാൻ തുടങ്ങും എർത്ത് ഹീറ്റിനെ. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു റേഡിയേഷൻ കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഉണ്ടാവുന്നത്, ചൂടാവുന്നത്. ഓക്കെ, ദെൻ വി യൂസ് സ്പെഷ്യൽ തെർമോമീറ്റർ ടു മെഷർ എയർ ടെമ്പറേച്ചർ. അല്ലെ, എയർ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് സ്പെഷ്യൽ തെർമോമീറ്റർ. ദ സ്കെയിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു മെഷർ എയർ ടെമ്പറേച്ചർ ഈസ് ദ സെൽഷ്യസ് സ്കെയിൽ. എയർ ടെമ്പറേച്ചർ അളക്കാൻ നമ്മൾക്ക് തെർമോമീറ്റർ ഉണ്ട്, ഒരു സ്കെയിലും ഉണ്ട്. ആ സ്കെയിലിൻ്റെ നെയിമാണ് സെൽഷ്യസ് സ്കെയിൽ എന്നുള്ളത്. നെയിംഡ് ആഫ്റ്റർ ഇസ് ഇൻവെൻറ്റർ ആൻഡേഴ്സ് സെൽഷ്യസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അതൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡേഴ്സ് സെൽഷ്യസ് എന്ന് പറയുന്ന ആളാണ് എയറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിലുള്ള സെൽഷ്യസ് സ്കെയിൽ ഫോം ചെയ്തിരിക്കുന്നത്. അയാളുടെ നെയിമാണ് ആൻഡേഴ്സ് സെൽഷ്യസ്. അതിൽ നിന്നാണ് ആ സ്കെയിലിനും നെയിം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സെൻറ്റിഗ്രേഡ് സ്കെയിൽ. ഈ സ്കെയിലിനെ സെൻറ്റിഗ്രേഡ് സ്കെയിൽ ടു വി ക്യാൻ കോൾ. ദി യൂണിറ്റ് ഈസ് റിട്ടൺ ആസ് ഡിഗ്രി സെൽഷ്യസ്. അല്ലേ, ടെമ്പറേച്ചർ നമ്മൾ പറയുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് വിച്ച് 15 ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് എന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഷ്യസ് സ്കെയിലിൻ്റെ
പേര് വെച്ചിട്ടുള്ള സി ആണ്. ഓക്കെ, ഓൺ ദ സ്കെയിൽ the freezing point of water is taken as 0 degree while its boiling point is taken as 100 degree. അല്ലേ, ഈ സെൽഷ്യസ് സ്കെയിലിൽ വെള്ളം തണുക്കുന്ന അത്രയും തണുപ്പാകുമ്പോൾ വെള്ളം കട്ടയാവുന്ന അത്രയും തണുപ്പാണെങ്കിൽ 0 ഡിഗ്രിയും വെള്ളം ബോയിൽ ആവണമെന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസും ചൂടാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. Is it clear? Okay, the heating of the atmosphere has important consequences. For example, the warm air near the Earth's surface expand, become lighter and rises. As it rises, it gradually gets cooled. The cool air being heavy sinks down. Thus, as warm air rises from the surface, cool air from the above come down to replace it. This results in a cyclic movement of the air near the Earth's surface. Listen. ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലെല്ലാം ശ്രദ്ധിക്കുക. ഹീറ്റിംഗ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഹാസ് ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസസ്. അല്ലേ, എർത്തിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു ബൈ ദ എർത്ത്. എന്നിട്ട് ആഫ്റ്റർ ദ ഹീറ്റിംഗ് ഇറ്റ് ബിഗാൻ ടു റേഡിയേറ്റ്, എക്സ്പോസ് ചെയ്യുന്നു, പുറത്തോട്ട് തള്ളുന്നു ഹീറ്റിനെ. ബിക്കോസ് ഓഫ് ദിസ് റേഡിയേഷൻ ദ അറ്റ്മോസ്ഫിയർ ബിഗാൻ ടു ഹീറ്റ്. അല്ലേ, ബിക്കോസ് ഓഫ് ദിസ് ഹീറ്റിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഈ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ വാം എയർ നിയർ ദ എർത്ത് സർഫേസ് എക്സ്പാൻഡ്. അല്ലേ, ഇത് എർത്താണ്. ഇവിടുന്ന് ചൂടിനെ റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും, ഹീറ്റഡ് ആവും. ഇതെന്ത് ചെയ്യാൻ തുടങ്ങും, മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യും. ഇവിടെയുള്ള എയർ മുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യും. ബിക്കംസ് ലൈറ്റർ ആൻഡ് റൈസസ്. ആ എയർ ചൂടാകുമ്പോൾ ആക്ച്വലി എയർ കനം ഇല്ലാതായിട്ട് മാറും, മുകളിലോട്ട് റൈസ് ചെയ്യും. ഓക്കെ, ആസ് ഇറ്റ് റൈസ്, ഒരുപാട് മുകളിലെത്തിയാലോ നമ്മൾക്കറിയാം ഏറ്റവും ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിനുള്ളിൽ മുകളിലോട്ട് പോകുന്നതോറും തണുപ്പാണ് കൂടുന്നതെന്ന്, അല്ലേ, ടെമ്പറേച്ചർ കുറയുന്നു എന്നുള്ളത്. സോ ആസ് ഇറ്റ് റൈസസ്, ഈ ചൂടായിട്ടുള്ള എയർ എക്സ്പാൻഡഡ് ആയി റൈസായി മുകളിലോട്ടോ. അങ്ങനെ റൈസായപ്പോൾ ഇറ്റ് ഗ്രാജുവലി ഗെറ്റ് കൂൾഡ്, മുകളിലെത്തിയപ്പോൾ ആ എയർ കൂളായി. ദ കൂൾ എയർ ബീങ് ഹെവി സിങ്സ് ഡൗൺ. എപ്പോഴും ശ്രദ്ധിക്കുക, എയർ ചൂടാകുമ്പോൾ എയറിൻ്റെ കനം കുറയും, അത് എക്സ്പാൻഡ് ആകുമ്പോൾ മുകളിലോട്ട് പൊങ്ങും. ഓക്കെ, എന്നാൽ മുകളിലെത്തിയാൽ അതെന്ത് ചെയ്യും, തണുക്കും. തണുത്ത എയറിന് എപ്പോഴും വെയിറ്റ് കൂടുതലാണ്, അത് ഹെവിയാണ്, അത് താഴോട്ട് സിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എർത്തിൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങും. ദാറ്റ് ഈസ് സേയിങ് ഹിയർ സിങ്ക് ഡൗൺ. ദ കൂൾ എയർ ബീങ് ഹെവി സിങ്ക് ഡൗൺ. ദസ് ആസ് വാം എയർ റൈസ് ഫ്രം ദ സർഫേസ്, കൂൾ എയർ ഫ്രം എബോവ് കംസ് ഡൗൺ ടു റീപ്ലേസ് ഇറ്റ്. ഇപ്പോൾ ചൂടാവുന്ന സമയത്ത് ചൂടായ എയർ മുകളിലോട്ട് പൊങ്ങും, അല്ലേ, അപ്പോഴേക്ക് മുകളിലെത്തിയ എയർ തണുക്കും, അത് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള എയർ വീണ്ടും അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു സൈക്ലിക് മൂവ്മെൻറ്റ് ഓഫ് എയർ ക്രിയേറ്റ് ചെയ്യും. ദിസ് റിസൾട്ടിന് സൈക്ലിക് മൂവ്മെൻറ്റ് ഓഫ് എയർ നിയർ ദ എർത്ത് സർഫേസ്. എർത്ത് സർഫേസിൻ്റെ മുകളിൽ സൈക്ലിക് ആയിട്ടുള്ള എയറിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദ നെക്സ്റ്റ് വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. നൗ വി സ്റ്റഡീഡ് എയർ ടെമ്പറേച്ചർ. എയർ ടെമ്പറേച്ചർ എങ്ങനെ കൂടുന്നു, കുറയുന്നു, കൂടുന്നതുകൊണ്ടുള്ള എഫക്റ്റ് എന്താണ്. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. The temperature at a particular place does not remain constant. One second. The temperature at a particular place does not remain constant. അല്ലേ, ഒരു പ്രത്യേക പ്ലേസിൽ ടെമ്പറേച്ചർ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇറ്റ് വാരീസ് വിത്ത് ദ ടൈം ഓഫ് ദ ഡേ ആൻഡ് ദ ടൈം ഓഫ് ദ ഇയർ. അല്ലേ, ഒരു ഡേയിൽ തന്നെ ഇപ്പം നമ്മളുടെ ഇവിടെയുള്ളൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾക്ക് ചൂട് കുറവായിരിക്കും, രാത്രി കുറവായിരിക്കും, എന്നാൽ ഉച്ചയ്ക്ക് കൂടുതലായിരിക്കും, വൈകുന്നേരം കുറവായിരിക്കും. അങ്ങനെ ഒരു ഡേയിലെ ടൈമിലും അതുപോലെ ഒരു വർഷത്തിൽ, അല്ലേ, ഡിസംബറിൽ നമ്മൾക്ക് തണുപ്പാവും, എന്നാൽ ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മൾക്ക് നല്ല ചൂടാവും. അപ്പോൾ ഇയറിൻ്റെ ചില സമയങ്ങളിലും ഒരു ഡേയുടെ ചില ടൈമിലും എന്തുണ്ടാവും, ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവും ഓഫ് എ പ്ലേസ്. ഓക്കെ, you have learned in the previous class that this is because of variations in the inclination of sun's rays and the duration of sunlight, which നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 6th
എന്താണ് ഇത് ഇയറിൽ ഓരോ വർഷത്തിൽ നമ്മൾക്ക് അല്ലെ ഡിസംബറിൽ തണുപ്പ് അല്ലെങ്കിൽ മാർച്ച് ഏപ്രിലിൽ ചൂടൊക്കെ അനുഭവപ്പെടാനുള്ള കാരണം എർത്തിൻ്റെ ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആണ്. ലിസൺ, ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എർത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ, എർത്തിനൊരു ചെരിവുണ്ട് അല്ലേ. ഇവിടെ സണ്ണാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് ലിസൺ ടു മീ, ഇവിടെ സണ്ണാണെന്നുണ്ടെങ്കിൽ ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തേൺ ഹെമിസ്ഫിയർ. സണ്ണിൻ്റെ റേസ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് എവിടെയാണ്? സൗത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും അല്ലേ. എർത്ത് ഇവിടെ തന്നെ നിൽക്കൂല, നമ്മൾക്കറിയാം. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ദ സൺ. ആൻഡ് ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് എർത്തിൻ്റെ പൊസിഷൻ? ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറാണ് സണ്ണിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സണ്ണിൽ നോർത്തിൽ എന്താണ്? സമ്മറാണ്, സൗത്തിൽ വിൻ്ററാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഇയറിൽ ചൂട് കൂടുന്നതും കുറയുന്നതും തണുപ്പ് കൂടുന്നതും എല്ലാം അനുഭവപ്പെടുന്ന എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് സർഫേസ്. എർത്തിൻ്റെ ഈ ചെരിഞ്ഞുള്ള നിപ്പുകൊണ്ടാണ് നമ്മൾക്ക് ഈ ക്ലൈമറ്റിലുള്ള മാറ്റങ്ങൾ ക്രിയേറ്റ് ആവുന്നത്. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എർത്ത് നേരെ തന്നെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആയിരിക്കും അനുഭവപ്പെടുക. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ഇവിടെ വന്നാലും ഇവിടെ എത്തിയാലും ഇങ്ങനെയായിരിക്കും, അതുപോലെ ഇവിടെ നിന്നാണെങ്കിലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ ക്ലൈമറ്റ് ആയിരിക്കും എക്സ്പീരിയൻസ്ഡ് ആവാം. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് സർഫേസ് കൊണ്ടും ആൻഡ് ഓൾസോ വിച്ച് ഡ്യൂറേഷൻ ഓഫ് സൺലൈറ്റ് അല്ലേ. ഡ്യൂറേഷൻ ഓഫ് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിസൺ ടു മീ. സണ്ണ്, എർത്ത്, ഇക്വേറ്റർ. ഈ ഇക്വേറ്ററിൽ എപ്പോഴും എന്താണ്? എല്ലാ ത്രൂ ഔട്ട് ദി ഇയറിലും പകൽ ഒരേ അവേഴ്സ് ആയിരിക്കും ലഭിക്കുക. ഏറ്റവും കൂടുതൽ എന്താണ് പകലും രാത്രിയും ഒരുപോലെ ലഭിക്കുന്നത് ഇക്വേറ്റർ ഏരിയാസിലാണ്. എന്നാൽ ഇവിടെ നിന്ന് മുകളിലോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നിടത്തോളം എന്ത് ചെയ്യും? പകല് രാത്രിയിലും തമ്മിലുള്ള ഡിഫറൻസ് കൂടുന്നു. പകൽ ചിലപ്പോൾ കൂടുന്നു, രാത്രി കുറയുന്നു, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ക്രിയേറ്റ് ആവുന്നു. ദാറ്റ് ഈസ് സെയിം ഹിയർ വിച്ച് ഡ്യൂറേഷൻ ഓഫ് സൺലൈറ്റ്. അതായത് നമ്മൾക്ക് ഈ ടെമ്പറേച്ചർ കൂടാനും കുറയാനുള്ള കാരണം ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് സർഫേസും ആണ്, സൺലൈറ്റിൻ്റെ ഡ്യൂറേഷനിലുള്ള മാറ്റങ്ങളുമാണ്. സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളതിൻ്റെ മാറ്റങ്ങളുമാണ് ഈ തണുപ്പ് കൂടാനും അല്ലെങ്കിൽ ക്ലൈമറ്റിലുള്ള ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ. The maximum and minimum temperature recorded at a place on a particular day can be used to calculate the mean or average temperature for that day. ഒരു ഡേയിൽ നമ്മൾക്കൊരു ആവറേജ് ടെമ്പറേച്ചർ എത്രത്തോളമാണ് ആ ഒരു പ്ലേസിൽ ഒരു ഡേയിൽ ടെമ്പറേച്ചർ കിട്ടിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആൻഡ് മിനിമം നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡേയിൽ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന മിനിമം ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരു ഡേയിൽ നമ്മൾക്ക് അല്ലേ തെർമോമീറ്റർ ഉണ്ട് നമ്മൾക്ക്, അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്. ഈ ഡേയിൽ നമ്മൾക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള ചൂട് എത്രയാണെന്ന് നോക്കുക. അത് ഈ ഡേയിൽ തന്നെ ഏറ്റവും കുറവ് ചൂട് എത്രയാണെന്ന് നോക്കുക. മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ recorded at a place on a particular day can be used to calculate the mean. Okay, or average temperature for that day. Okay, calculate mean. Average temperature ന്റെ മറ്റൊരു നെയിം ആണ് മീൻ ട്ടോ. മീൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ഒരു ഡേയിൽ ഒരു പ്രത്യേക പ്ലേസിൽ മാക്സിമം ടെമ്പറേച്ചർ കിട്ടിയാൽ മതി, മിനിമം ടെമ്പറേച്ചർ കിട്ടിയാൽ മതി. Okay, how we can do that? For example, suppose the maximum and minimum temperature at a place on a certain day are 36 degrees Celsius and 24 degrees Celsius. Maximum, minimum. ഒരു പ്ലേസിൽ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഫൈൻഡ് ചെയ്തോ ആ ഡേയിൽ 36 മാക്സിമം ആണ്, 24 ഡിഗ്രി സെൽഷ്യസ് മിനിമം ആണ്. ഓക്കെ, so divide the sum of these temperature by 2. What is the sum of this temperature? 60. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So we got 30 is answer.
ഓക്കെ, വിച്ച് ഇസ് ദ മെയിൻ ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേസ് ഓഫ് ദാറ്റ് ഡേ. അപ്പോൾ ആ ഡേയിൽ ആ പ്ലേസിൻ്റെ മെയിൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ആണ്. മാക്സിമം മിനിമം ആഡ് ഇറ്റ് 60 ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് എ മെയിൻ ടെമ്പറേച്ചർ ഓർ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ place. Okay, similarly one may calculate the mean monthly and mean annually temperature. അല്ലേ, മീൻ മന്ത്ലി, അതായത് അവിടെ ഒരു മാസത്തിലെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്, അല്ലെങ്കിൽ മീൻ ടെമ്പറേച്ചർ എത്രയാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്, മീൻ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഗീവ്സ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അല്ലേ, മന്ത്ലി നമ്മൾക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഒരു മാസത്തിൽ ഏറ്റവും ചൂട് കൂടുതലുള്ള ദിവസത്തിലെ ടെമ്പറേച്ചർ നമ്മൾക്ക് കിട്ടി. ആ മാസത്തിലെ തന്നെ ഏറ്റവും ചൂട് കുറവുള്ള ദിവസത്തിലെ ടെമ്പറേച്ചർ നമ്മൾ കളക്ട് ചെയ്തു. അത് രണ്ടും ആഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ദ മെയിൻ മന്ത്ലി ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ഡേ. അല്ലേ, അവിടുത്തെ മെയിൻ മന്ത്ലി ടെമ്പറേച്ചറാണ് അല്ലെങ്കിൽ ആവറേജ് മന്ത്ലി ടെമ്പറേച്ചറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇയറിലും ഏറ്റവും ചൂടുള്ള മാസത്തെ ടെമ്പറേച്ചർ എടുക്കുക, ഏറ്റവും കുറവുള്ള ചൂടുള്ള മാസത്തെ ടെമ്പറേച്ചറും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Is it clear? Okay, listen. The next paragraph. The difference between the maximum and minimum temperatures gives a range of temperature. The maximum temperature 36 degrees Celsius, minimum 24 degrees Celsius. Maximum and minimum temperature difference endano, that is range of temperature. In case of mentioned above, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, the range of temperature of that day, diurnal range of temperature 36 degrees Celsius, 24 degrees, 36 ഇത് മൈനസ് ചെയ്യുക, 24 degrees Celsius, we got the answer 12 degrees Celsius. This is the range of temperature. അതായത് മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെയും ഡിഫറൻസ് എന്താണ്? ദാറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു ഡേയിലെയാണോ നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത്, അതിന് ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. വി അണ്ടർസ്റ്റാൻഡ്? ദെൻ the difference between the mean temperature of the hottest and coldest months of the year is called annual range of temperature. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറിൻ്റെ മിനിമം ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസിനെയാണ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുക. അത് നമ്മളൊരു ദിവസത്തെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന് ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഏറ്റവും ചൂടുള്ള മാസത്തെയും ഏറ്റവും ചൂട് കുറവുള്ള മാസത്തെയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആനുവൽ റേഞ്ച് ഓഫ് വർഷത്തിലുള്ള റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Is it clear? That is saying here. The next paragraph. Temperature also varies from place to place, mainly due to variations in latitude, altitude and distance from the sun. Temperature ഒരു ദിവസത്തിൽ മാറ്റമുണ്ട്, വർഷത്തിൽ മാറ്റമുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ് പ്ലേസ് ടു പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് പോകുന്നതും ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ട്. ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ, 3 കാര്യങ്ങൾ കൊണ്ട് ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് സെയിങ് ഹിയർ. ഫസ്റ്റ് പാരഗ്രാഫ്. ഹയർ ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ദ ലോവർ ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓൾ ഓഫ് ലിസൺ ടു മീ. It is earth. The important latitude of earth, that is equator. Then many latitudes we have drawn here. Latitudinal lines ഒരുപാടുണ്ട്. അതിൽ ഇക്വേറ്റർ ആണ്, പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട് അല്ലേ. ഒരുപാട് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഉണ്ട്. പലതിനും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ലാറ്റിറ്റ്യൂഡ്സ് ഇൻക്രീസ് ആവുന്നിടത്തോളം നമ്മൾക്കറിയാം ഇക്വേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 300, ഹൗ മച്ച് 4, 5, 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് 90 അല്ലേ. അത്ര വരെയാണ് ലാറ്റിറ്റ്യൂഡ്സ് ഉള്ളത്. സോ ഹിയർ സെയിങ് ഫസ്റ്റ് പോയിന്റ്, ഹയർ ദ ലാറ്റിറ്റ്യൂഡ്. നമ്മൾക്കറിയാം 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഏറ്റവും കുറഞ്ഞ ഡിഗ്രിയിലുള്ള ലാറ്റിറ്റ്യൂഡ്. അവിടെ നിന്ന് എണ്ണം കൂടുന്നിടത്തോളം ഹയർ ലാറ്റിറ്റ്യൂഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1, 2, 3 പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നിടത്തോളം ഹയർ ദ ലാറ്റിറ്റ്യൂഡാണ്. സോ ഹയർ ദ ലാറ്റിറ്റ്യൂഡ്
ലോവർ ഈസ് ടെമ്പറേച്ചർ. നമ്മൾ കണ്ടു ഇക്വേറ്ററിൽ മുകളോട് പോകുന്നതോടെ നമ്മൾക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളൊക്കെ ഫുൾ ഓഫ് സ്നോ കവേർഡ് ആണ്. എന്തുകൊണ്ടാണ്? ഹയർ ലാറ്റിറ്റ്യൂഡിലാണ് കിടക്കുന്നത് എന്നുള്ള കാരണത്താൽ. അപ്പോൾ ഹയർ ദ ലാറ്റിറ്റ്യൂഡ് ലോവർ ഇറ്റ്സ് ടെമ്പറേച്ചർ. ദ നെക്സ്റ്റ്, ഹയർ ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ദ ലോവർ ഈസ് ഇസ് ടെമ്പറേച്ചർ. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. നമ്മളിവിടെ നിന്ന് ഒരുപാട് ഹൈറ്റിലോട്ട് പോകുന്നിടത്തോളം എന്ത് കൂടും? തണുപ്പ് കൂടും. So that is why the Mount Everest and Himalayan highest peaks are covered with snow. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് തണുപ്പ് കൂടും. ദെൻ ആൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുന്നതിനനുസരിച്ചും തണുപ്പ് കൂടും. ഓക്കെ, ദെൻ ഗ്രേറ്റർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സീ ഹയർ ഇസ് ഇസ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ബോത്ത് ഡയറൂണൽ ആൻഡ് ആനുവൽ. ദാറ്റ് മീൻസ് സേയിങ് ഹിയർ greater distance from the sea. അല്ലേ, വി ആർ ലിവിങ് ഇൻ കേരള അല്ലേ, നിയറസ്റ്റ് ദ ഓഷ്യൻ അല്ലേ. നമ്മുടെ സൈഡിൽ എന്തുണ്ട്? അറേബ്യൻ സീ ഉണ്ട് അല്ലേ. നമ്മൾ കടലിൻ്റെ അരികിലായതുകൊണ്ട് നമ്മൾക്ക് എന്തറിയുന്നില്ല, അധികം ചൂടോ അധികം തണുപ്പോ എക്സ്പീരിയൻസ് ആവുന്നില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ള മധ്യപ്രദേശ് അതിന് മുകളിലോട്ടുള്ള എല്ലാ സ്റ്റേറ്റ്സിനും എന്തുണ്ട്? തണുപ്പ് കാലത്ത് നല്ല തണുപ്പും ചൂട് കാലത്ത് നല്ല ചൂടുമാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് കടലുമായിട്ട് യാതൊരു ടച്ചിങ്സും ഇല്ല എന്നുള്ള കാരണത്താൽ. അപ്പോൾ സീക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ മോഡറേറ്റ് ദ ക്ലൈമറ്റ്. നല്ല ചൂടുള്ള പ്ലേസിലും നല്ല തണുപ്പുള്ള പ്ലേസിലും ആ തണുപ്പിനും ചൂടിനെയും പാകത്തിനാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് സീക്ക്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ സീ. കടലിൽ നിന്ന് ഒരുപാട് അകലെയുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ഹയർ ഇസ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നല്ലോണം കൂടുതലായിരിക്കും. ബോത്ത് ഡയറൂണൽ ആൻഡ് ആനുവൽ. അതായത് ചൂട് കാലത്ത് നല്ല ചൂടും തണുപ്പ് കാലത്ത് നല്ല തണുപ്പും അനുഭവപ്പെടുന്നു. അപ്പോൾ അതും രണ്ടും തമ്മിലൊരു ഡിഫറൻസ് കൂടും അല്ലേ. നമ്മളിവിടെ എന്ന് പറയുന്നത് 20, നേരത്തെ നമ്മൾ കണ്ടത് എത്രയാണ്? 36 24 ഡിഗ്രി സെൽഷ്യസും ആണ്. അതിൻ്റെ ഡിഫറൻറ്റ് 12 ആണുള്ളത് അല്ലേ. എന്നാൽ ആ ഒരു ഡിഫറൻസ് കൂടും ഒരു സീയിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ. ബോത്ത് ഡയറൂണൽ ആൻഡ് ആനുവൽ. ഡെയിലിയുള്ള ഡിഫറൻസും ആനുവലി ഡിഫറൻസും ഇറ്റ് ഇൻക്രീസ് മേ ഇറ്റ് greater distance from the sea. Is it clear? These are the ways the temperature began to change. Okay, I think you understand. Okay, then all should read minimum 5 times what we studied in the classroom, otherwise you can't understand. Then okay, the next topic we need to study greenhouse effect and global warming. What is saying here? You know that solar energy heats up the earth's surface. നമ്മൾ കണ്ടു solar energy heats up the earth's surface. Once heated, the earth's surface radiates heat. The earth's surface heated and it began to radiate the heat. So much of this radiated heat reflected towards the earth. എന്നാൽ മിക്ക എർത്ത് ചൂടായിട്ട് ഈ ഹീറ്റ് പുറത്തോട്ട് തള്ളും, റേഡിയേറ്റ് ചെയ്യും. ഈ റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റും എർത്തിലോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് തള്ളുന്നുണ്ട്. That is saying here much of this radiated heat is reflected towards the earth mainly by the carbon dioxide presents the atmosphere. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട് അല്ലേ. അത് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്യുന്ന എല്ലാ ഹീറ്റും മുകളിലോട്ട് പോകാതെ എർത്തിലോട്ട് തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് the heat get trapped. Effect is similar to the heating of greenhouse. അല്ലേ, ദാറ്റ് മീൻസ് ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെയുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ട് ഇവിടെ. ചൂടിനെ ഇവിടെ നിലനിർത്തുന്ന ഗ്യാസസ്. ആ ചൂടിനെ ഇവിടെ നിലനിർത്തുന്ന ഗ്യാസസ് ഉള്ളതുകൊണ്ട് എർത്തിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ചൂട് പുറത്തോട്ട് പോവാതെ അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ എർത്തിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഹീറ്റിംഗ് ഓഫ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടിനെ നിലനിർത്താൻ കഴിയുന്ന ഗ്യാസസിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ചൂടാവാൻ തുടങ്ങുന്നു. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ദെൻ this effect is known as greenhouse effect. അതായത് സണ്ണിൽ നിന്നും ഹീറ്റ് എർത്തിലെത്തുന്നു, ഇത് ഹീറ്റാവുന്നു, ഹീറ്റായതിനു ശേഷം ഹീറ്റിനെ
റേഡിയേറ്റ് ചെയ്യുന്നു. എന്നാൽ റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് മുകളിലോട്ട് പോവാതെ ഇവിടെ നിലനിർത്തുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പോലുള്ള ഗ്യാസസ് ആണ്. അങ്ങനെ ഇവിടെ ഹീറ്റിനെ ട്രാപ്ഡ് ആക്കുന്നു എർത്തിൻ്റെ സർഫേസിൽ. ദിസ് എഫക്റ്റ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. വിത്തൗട്ട് ദ ട്രാപ്പിംഗ് ഓഫ് ഹീറ്റ് the earth would have been so cold at night that we could not have survived on it. അല്ലേ? എർത്തിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ളതുകൊണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് വി ക്യാൻ ലീവ് ഹിയർ. അതർ പ്ലാനറ്റ്സിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അതർ പ്ലാനറ്റ്സിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? സൺലൈറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ചൂടും, എന്നാൽ സണ്ണിൽ നിന്ന് മറയുമ്പോൾ അവിടെ നൈറ്റ് ആകുമ്പോൾ വെരി കോൾഡുമാണ് അതർ പ്ലാനറ്റ്സിൽ. എന്നാൽ എർത്തിൽ എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് രാത്രിയിൽ നമ്മൾക്കിവിടെ ജീവിക്കാൻ കഴിയുന്നു. കാരണം ഡേയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സണ്ണിൻ്റെ ഹീറ്റ് കുറച്ചുകൂടെ ട്രാപ്പ് ചെയ്തിട്ട് നിലനിർത്തുന്നു. അതുകൊണ്ട് രാത്രി നമ്മൾക്ക് അധികം തണുപ്പില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദെൻ വിതൗട്ട് ദ ട്രാപ്പിംഗ് ഓഫ് ഹീറ്റ്, അല്ലേ? ഹീറ്റ് ഇവിടെ ട്രാപ്പ് ചെയ്യുന്നില്ല ബൈ ദിസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. the earth would have been so cold at night. രാത്രിയിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. we could not have survived on it. നമ്മൾക്ക് ഇവിടെ ജീവിക്കാനും പറ്റില്ല. എന്നാൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് because of this greenhouse effect. Is it clear? Okay. You know that green plants absorb carbon dioxide and release oxygen during photosynthesis. However, as the human population is growing, we are cutting down more and more trees for wood. We are clearing forests to use the land for building and agriculture. Our factories and vehicles are emitting more carbon dioxide than ever before. What is saying here? Listen to me. You know that green plants absorb carbon dioxide. അല്ലേ? ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഗ്രീൻ പ്ലാന്റ്സ് അവരിലോട്ട് വലിച്ചെടുക്കുന്ന എയർ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. പകരം അവർ എയറിലോട്ട് വിടുന്ന എയർ ആണ് ഓക്സിജൻ. അല്ലേ? സോ ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഡ്യൂറിങ് ദ ഫോട്ടോസിന്തസിസ്. ഹവർ ആസ് എ ഹ്യൂമൻ പോപ്പുലേഷൻ ഇറ്റ്സ് സോറി. എന്നാൽ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഓക്സിജനും റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ്. അല്ലേ? ഹ്യൂമൻ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ വി ആർ കട്ടിങ് ഡൗൺ മോർ ആൻഡ് മോർ ട്രീസ് ഫോർ വുഡ്. ഇസ് ഇറ്റ്? ആൻഡ് വി ക്ലിയറിങ് ഫോറസ്റ്റ് യൂസ് ലാൻഡ് ഫോർ ബിൽഡിംഗ് ആൻഡ് അഗ്രികൾച്ചർ. ഒരുപാട് ട്രീസിനെ നമ്മൾ വെട്ടി നശിപ്പിക്കുന്നു വുഡിന് വേണ്ടിയിട്ട്. ഫോറസ്റ്റിനെ ക്ലിയർ ചെയ്യുന്നു ഫോർ ബിൽഡിംഗ് ആൻഡ് ഓൾസോ അഗ്രികൾച്ചറിനെല്ലാം വേണ്ടിയിട്ട്. ഫോർ അവർ ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾസ്. മാത്രമല്ല അവർ ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾ എമിറ്റിംഗ്. അവർ ഫാക്ടറീസും വെഹിക്കിൾസും എമിറ്റിംഗ് പുറത്തോട്ട് തള്ളുന്നു മോർ കാർബൺ ഡൈ ഓക്സൈഡ് ദാൻ എവർ ബിഫോർ. അല്ലേ? ഒരുപാട് മുമ്പുള്ളതിനേക്കാളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് തള്ളുന്നു. ഈ വെഹിക്കിൾസ് ആണെങ്കിലും ഫാക്ടറീസ് ആണെങ്കിലും ഒക്കെ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്ന പുക എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അല്ലേ? ഇൻ അതർ വേർഡ്സ് വി ആർ ഇൻക്രീസിങ് ദ എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വി ക്യാൻ സേ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുറത്തോട്ടുള്ള തള്ളൽ എന്തായിരുന്നു? ഇൻക്രീസ് ആക്കുന്നു. ആക്ച്വലി ഈ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യേണ്ട ആളുകളാണ് പ്ലാന്റ്സ്. അവരാണ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ നമുക്ക് തരുന്നത്. എന്നാൽ അവരെ നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണ്. ഫോറസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എടുക്കാൻ ആളില്ല. എന്നാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നു. നമ്മളുടെ ബ്രീതിങ്ങിലൂടെയും ഫാക്ടറീസിൽ നിന്നും വെഹിക്കിൾസിൽ നിന്നും പുറത്തോട്ട് കളയുന്ന പുകയായിട്ടും ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ബട്ട് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ട്രീസ്. എന്നാൽ അതെടുക്കാനുള്ള ആളുകളാണ് ട്രീസ്. അതിൻ്റെ നമ്പേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എയർ. ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എയർ. As a result, the greenhouse effect is increasing gradually. Greenhouse effect ഇവിടെ നീഡഡ് ആണ്, ആവശ്യമാണ്. കാരണം രാത്രിയിൽ അധികം നല്ല തണുപ്പില്ലാതെ ഡെയിലി നമ്മൾക്ക് കിട്ടി ചൂട് കുറച്ച് അനുഭവപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് തന്നെയാണ്. അത് നമ്മൾക്ക് യൂസ്ഫുള്ളാണ്. എന്നാൽ അത് കൂടിയാലോ ഭയങ്കര ചൂട് അനുഭവപ്പെടും. അല്ലേ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് ഇൻക്രീസിങ് ഗ്രാജുവലി ദെൻ കോസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ ടു റൈസ്. ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് നന്നായിട്ട് കൂടിയാലോ, ചൂട് നന്നായിട്ട് കൂടിയാലോ ഗ്ലോബൽ ടെമ്പറേച്ചർ, എർത്തിൻ്റെ ടെമ്പറേച്ചറും എന്ത് ചെയ്യും? റൈസ് കൂടുന്നു. ദിസ് ഇസ് നോൺ ആസ് ഗ്ലോബൽ വാർമിങ്. അത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇൻക്രീസ് ആവും.
അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കൂടും. ദിസ് എഫക്റ്റ് ഈസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. ഫിസിക്കൽ ഗ്ലോബ് അല്ലെങ്കിൽ നമ്മുടെ എർത്ത് ചൂടാവാൻ തുടങ്ങും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ് ഈസ് ഫിയർഡ് ദാറ്റ് കണ്ടിന്യൂഡ് ഗ്ലോബൽ വാർമിംഗ് മേ കോസ് മച്ച് ഓഫ് ദ പോളാർ ഐസ് മെൽറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോബ് നമ്മുടെ എർത്ത് ഇങ്ങനെ ചൂടായാൽ നമ്മൾക്കറിയാം സൗത്ത് പോളിലും നോർത്ത് പോളിലും നമ്മൾക്ക് എന്തുണ്ട്, ഐസ് ക്യാപ്പ് ഉണ്ട്, മഞ്ഞ് കട്ടകളുണ്ട്, ഒരുപാട് കാലങ്ങളായിട്ട് പെർമനൻ്റ് ആയിട്ട് കട്ടകളായിട്ട് കിടക്കുന്ന മഞ്ഞുണ്ട്. ആ മഞ്ഞെല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മെൽറ്റ് ആവാൻ തുടങ്ങും. ഇഫ് ദാറ്റ് ഹാപ്പൻസ്, ഇപ്പം തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, സംഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദാറ്റ് ഹാപ്പൻസ് അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളിലുള്ള സ്നോ വിച്ച് മെൽറ്റ് ആവാൻ തുടങ്ങിയാൽ ദ വാട്ടർ ലെവൽ ഓഫ് ദ ഓഷ്യൻ വിൽ റൈസ് അല്ലേ. ഓഷ്യൻ നമ്മൾക്കറിയാം കട്ട മഞ്ഞ് ഉരുകിയാൽ എന്ത് ചെയ്യും, വെള്ളം കൂടും അല്ലേ. അപ്പം എന്ത് ചെയ്യാൻ തുടങ്ങും, ഐലൻഡ്സ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ് വിൽ ബി സബ്മേർജ്ഡ്. പല ഐലൻഡ്സും അതുപോലെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയാസിലൊക്കെ എന്ത് ചെയ്യും, വെള്ളം കയറും. Okay, we studied about greenhouse effect and global warming and the bad effect of global warming. Is it clear? Okay, next we need to study atmospheric pressure and winds. Did you understand what we studied today? I take a big part today because we need to complete our portions for exam. That's why. So you need to read, you should read minimum 5 times what we studied today, and if you have any doubt you can ask at any time. Okay, thank you.